നേരെ വട്ടിയൂർക്കാവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് പോവുകയാണ്. പ്രശാന്ത് കൃഷ്ണയാണ്. പ്രശാന്തിനൊപ്പം വട്ടിയൂർക്കാവിന്റെ സ്വന്തം VK പ്രശാന്താണുള്ളത്. പ്രശാന്ത്, ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് VK പ്രശാന്തിന്. അപ്പോൾ ഇങ്ങനെ നടക്കുകയാണല്ലേ സ്ഥാനാർത്ഥിക്കൊപ്പം. വട്ടിയൂർക്കാവിൽ വലിയ വിജയ പ്രതീക്ഷയുണ്ട് VK പ്രശാന്തിന്, ആ കാര്യം ഉറപ്പാണ്. ഇപ്പോൾ എവിടെയാണ്, ഏതുവരെയായി പ്രചാരണം? പൂജ, VK പ്രശാന്ത് വട്ടിയൂർക്കാവിന് വളരെ സുപരിചിതനാണ്. മാത്രമല്ല എന്നെ സംബന്ധിച്ച് പ്രത്യേകത, എൻ്റെ മണ്ഡലത്തിലെ എൻ്റെ MLA ആണ്. മാത്രമല്ല ഞങ്ങൾ ഒരു ഒരേ റെസിഡൻസ് അസോസിയേഷൻ ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഇന്നിപ്പോൾ രാവിലെ വോട്ട് ചോദിച്ച് നമ്മുടെ സ്ഥിരം പ്രഭാത സവാരി നടക്കുന്ന കനകക്കുന്നിൽ നിന്ന് വെള്ളയമ്പലം കവടിയാർ റോഡിൽ നടക്കുകയാണ്. CPM ജില്ലാ സെക്രട്ടറിയായി ഇപ്പോൾ ചുമതലയേറ്റ A റഹീം ഒപ്പമുണ്ട്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. എങ്ങനെ ഇത്തവണ മേയർ ബ്രോ ആയിരുന്നു, MLA ബ്രോ അടുത്ത 3ാം ടേമിൽ ഉറപ്പിച്ചോ? അല്ല, വട്ടിയൂർക്കാവ് ഞങ്ങൾ തൂക്കും, അതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഇപ്പോൾ വട്ടിയൂർക്കാവ് അവിടുത്തെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഒക്കെയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഞങ്ങളോടൊപ്പം ചേരും, സീനിയർ സിറ്റിസൺ ചേരും. കാരണം ഇവരോടൊക്കെ ഞങ്ങൾ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ ഇവർ ആത്മാർത്ഥത അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയം മാറ്റിവെച്ച് അവർ ഞങ്ങളുമായിട്ട് സഹകരിക്കുകയാണ്. അത് പ്രളയകാലത്ത് നമ്മൾ കണ്ടതാണ്, വെള്ളപ്പൊക്ക സമയത്ത് കണ്ടതാണ്. അപ്പോൾ രാഷ്ട്രീയമില്ലാതെ പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് അവരെല്ലാം ഇലക്ഷൻ സമയത്തും അവരുടെ രാഷ്ട്രീയം മാറ്റിവെച്ച് ഞങ്ങൾ വോട്ട് ചെയ്യും. ഈ സുരേഷ് ഗോപി തൃശ്ശൂരിങ്ങ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ പുതിയൊരു പ്രയോഗമാണ് കേട്ടോ. വട്ടിയൂർക്കാവ് ഞങ്ങൾ തൂക്കിയിരിക്കുകയാണ്. അപ്പോഴേ ഈ K മുരളീധരൻ കഴിഞ്ഞ തവണ നേമത്ത് അക്കൗണ്ട് പൂട്ടിക്കാൻ വന്നു BJPയുടെ. ഇത്തവണ വട്ടിയൂർക്കാവിൽ VK പ്രശാന്തിന്റെ അക്കൗണ്ട് പൂട്ടിക്കാനുള്ള വരവായിരിക്കാം. അപ്പോൾ എങ്ങനെ മത്സരം ഇപ്പോൾ കഴിഞ്ഞ 2019 ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിലും അതിനുശേഷം 2021 തെരഞ്ഞെടുപ്പിലാണെങ്കിലും കാണാത്തൊരു മത്സര ചിത്രമുണ്ട്. ശക്തമായ ത്രികോണ മത്സരം, കടുത്ത എതിരാളികൾ. കടുക്കുമോ? അല്ല, അങ്ങനെ കടുക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇപ്പോൾ അദ്ദേഹം പലയിടത്തും അക്കൗണ്ട് തുറക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട ആളാണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് ആശങ്കയില്ല. അദ്ദേഹം പ്രബലനായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ശക്തിക്കനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം വന്നതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി ശക്തിയായിട്ട് പ്രവർത്തനം നടത്തണം. അപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച ഭൂരിപക്ഷം നേടി ജയിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ തീരുമാനം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം നടത്തുകയാണ്. BJPയുടെ സ്ഥാനാർത്ഥി ശാസ്ത്രമംഗലം വാർഡിൽ നിന്ന് വിജയിച്ച R ശ്രീലേഖയാണ്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നേ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. അപ്പോൾ ഇത് മേയർ ബ്രോയെ കുറിച്ചുള്ള ഒരു പോസ്റ്റാണ്. എന്തായാലും ഞാൻ അത് കാണിക്കാം. അപ്പോൾ അതിനു മുമ്പ് മേയർ ബ്രോ പോലെ MLA ബ്രോ, ആരുടെ ബ്രോ? അവരുടെ കമ്മികളുടെ ബ്രോ, ജനങ്ങളുടെ ബ്രോ അല്ല. PR വർക്ക് മാത്രമേ ഇമേജ് ബിൽഡ് ചെയ്യുന്നത് കൊണ്ടൊന്നും കാര്യമില്ല. അപ്പോൾ മേയർ ബ്രോ പോലെ MLA ബ്രോ കമ്മികളുടെ ബ്രോയാണ്. PR ആണ്. PR വർക്ക് മാത്രമാണോ VK പ്രശാന്ത്? വോട്ട് ചെയ്യുന്ന ജനങ്ങളെല്ലാം ആ PR വർക്കിന്റെ ഭാഗമായിട്ടാണോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനമാണെങ്കിൽ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കും. അവരെ ആത്മാർത്ഥത അല്ല എന്നുള്ളത് ജനം വിലയിരുത്തിക്കോളും, ഈ ഇലക്ഷന് വിലയിരുത്തിക്കോളും. കാരണം പ്രളയ സമയത്ത് നമ്മൾ നടത്തിയിട്ടുള്ള ആ ഒരു പ്രവർത്തനങ്ങളാണ് 10,000 വരുന്ന ചെറുപ്പക്കാരും പെൺകുട്ടികളും സ്ത്രീജനങ്ങളെല്ലാം നഗരസഭയിലേക്ക് വരികയാണ്. അവരെല്ലാം ആക്ഷേപിക്കുകയാണ്. ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ വകയായിട്ടാണ് അവർ സാധനങ്ങൾ കൊണ്ടുവന്നത്, അതാണ് നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ്. അപ്പോൾ അവരുടെ നേരത്തെ വഹിച്ച ഉന്നത പദവികളുടെ വില കളയുന്നതാണ് ഇത്തരം പരാമർശങ്ങൾ എന്നുള്ളത് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. വട്ടിയൂർക്കാവില് വികസനമാണ് ചർച്ച എന്നാണ് K മുരളീധരനും എല്ലാവരും പറയുന്നത്. വികസനം ഒന്നും നടന്നില്ല എന്നാണ്. വട്ടിയൂർക്കാവിൽ VK പ്രശാന്തിനെതിരെ പറയാൻ എതിരാളികൾക്കൊന്നുമില്ല എന്നാണ് MLA എപ്പോഴും പറയുന്നത്. അതെ, കഴിഞ്ഞ 5 വർഷവും ഒരുവിധ ആക്ഷേപവും ആരും ഉന്നയിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾക്കെതിരെ ഒരു പ്രതിഷേധം നടന്നിട്ടില്ല, ഒരു പ്രകടനം നടന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇലക്ഷൻ അടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വരും. കാരണം അവർക്ക് നമ്മളെ തോപ്പിക്കണമല്ലോ. അപ്പോൾ അതിനുള്ള ചില പ്രചരണങ്ങളുടെ ഭാഗമായി അവരിത് പറയുന്നു എന്ന് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. നല്ല സൗഹൃദപരമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. ശ്രീ K മുരളീധരനും അദ്ദേഹമായിട്ടൊക്കെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഒരുമിച്ച് കൂട്ടിമുട്ടാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ സൗഹൃദം പറഞ്ഞും കൈകൊടുത്തുമൊക്കെയാണ് പോകുന്നത്. അപ്പോൾ മാന്യമായ രാഷ്ട്രീയ രീതി പിന്തുടരാൻ എല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനിയിപ്പോ ജില്ലാ സെക്രട്ടറി കൂടിയുണ്ട്. ജില്ലാ സെക്രട്ടറിയുടെ അഭിപ്രായം തേടി നമുക്ക് ഈ രാവിലെ ഉള്ള പ്രഭാത സവാരി ഒന്ന് അവസാനിപ്പിക്കാൻ തോന്നുന്നു. എങ്ങനെ വലിയ ദൗത്യമാണ്. കാരണം താൽക്കാലിക ചുമതല ഇപ്പൊ ചുമതലയേറ്റ ശേഷം വരുന്ന ഒരു ദൗത്യം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിലും ജയിപ്പിക്കുക എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം കൂട്ടായ ഉത്തരവാദിത്തമാണ്. പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കൾ, അതോടൊപ്പം തന്നെ അനുഭവസമ്പന്നരായ ആളുകൾ, ചെറുപ്പക്കാർ എല്ലാവരും ചേർന്നൊരു നേതൃത്വം തിരുവനന്തപുരം ജില്ലയിലെ CPIM-നുണ്ട്.
അപ്പോൾ അത് കൂട്ടായിട്ടാണ് CPM നിർവഹിക്കുക. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും വളരെ പരിണിതപ്രജ്ഞരായ നേതാക്കളാണ്, സഖാക്കളാണ് ഇവിടെ നയിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ LDFിൻ്റെയും CPIMൻ്റെ തന്നെയും ഈ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഗംഭീരമായ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഈ വട്ടിയൂർക്കാവ് നിൽക്കുമ്പോൾ ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിക്കുന്നു. തിരുവനന്തപുരം മണ്ഡലമാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ നോമിനേഷൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമുക്ക് ആ മണ്ഡലം സുധീർ കരമനെ തീരുമാനിക്കേണ്ടി വന്നു. ജനാധിപത്യ കേരള കോൺഗ്രസ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ല. വൈകി പോയില്ലേ അവരൊരു തീരുമാനം? ഒരിക്കലുമില്ല. മുന്നണി മര്യാദയുടെ ലക്ഷണമാണ്. നമ്മൾ മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും തുല്യമായ അവകാശവും ജനാധിപത്യ പ്രാധാന്യവും കൊടുക്കും. അവിടെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ചിലയിടങ്ങളിൽ ഉൾപ്പെടെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വൈകിയൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അതൊന്നും തന്നെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ റഹീം പറയുന്നത്.